നിരാശയുടെയും ഒറ്റപ്പെടലിൻ്റെയും ആഴക്കയങ്ങളിലും വേദനയുടെയും കണ്ണീരിൻ്റെയും നീർച്ചുഴികളിലും അകപ്പെടുന്ന അവശരും ആലംബഹീനരുമായ അനേകായിരം ആത്മാക്കൾ കരുണയ്ക്കായി നിശബ്ദമായി കേഴുന്നു. ജീവിതവീഥിയിൽ തെല്ലും മുന്നോട്ട് നീങ്ങുവാനാകാതെ തളർന്നു പോകുന്ന ഏറെ പേർ പ്രതീക്ഷയോടെ നമ്മെ നോക്കുന്നുണ്ട്. ഇന്ന് അനേക ലക്ഷം ആത്മാക്കൾക്ക് ദൈവികമായ പ്രത്യാശയും അനന്തമായ കരുണയും പകർന്നു നൽകുവാൻ നമുക്കിടയിൽ അനേകം കരങ്ങളെ ദൈവം ശക്തിപ്പെടുത്തിയിരിക്കുന്നു. കരുണയുടെ മാലാഖമാരായി ഈ സമൂഹത്തിൽ വെളിച്ചം പരത്തുന്ന അവരിലൂടെ സത്യദൈവത്തിൻ്റെ സ്നേഹസന്ദേശം ഈ ലോകം തിരിച്ചറിയുന്നു. നാല് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അഭിവന്യ മാർ ജേക്കബ് തൂങ്കുഴി പിതാവ് സ്ഥാപിച്ച ഒരു സന്യാസിനി സമൂഹമുണ്ട്. അന്ന് മാനന്തവാടിയുടെ മെത്രാനായിരുന്ന പിതാവ് കാലത്തിൻ്റെയും താൻ ആത്മീയ നേതൃത്വം വഹിക്കുന്ന വലിയ സമൂഹത്തിൻ്റെയും അജപാലന ആവശ്യങ്ങളെ മനസ്സിലാക്കി രൂപീകരിച്ച ആ സമൂഹമാണ് ക്രിസ്തുദാസി സന്യാസിനി സമൂഹം. ദരിദ്രരോടും ആലംബഹീനരോടും വലിയ അനുകമ്പ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന അഭിവന്ദ്യ പിതാവിൻ്റെ സവിശേഷമായ പ്രവർത്തന തീക്ഷ്ണതയും സേവന സന്നദ്ധതയും ഹൃദയത്തിൽ സ്വീകരിച്ച ഈ സന്യാസിനിമാർ ഇന്ന് ലോകമെമ്പാടും ക്രിസ്തുവിൻ്റെ കാരുണ്യത്തിൻ്റെ കരങ്ങളായി പ്രവർത്തിക്കുന്നു. 1977 മെയ് 19 മാനന്തവാടി രൂപതയുടെ പ്രഥമ മെത്രാനായിരുന്ന അഭിവന്യ മാർ ജേക്കബ് തൂങ്കുഴി പിതാവ് കാലത്തിൻ്റെ ആവശ്യങ്ങളും ദൈവജനത്തിൻ്റെ പ്രത്യേക ആവശ്യങ്ങളിലും കണക്കിലെടുത്ത് ക്രിസ്തുദാസി സമൂഹത്തിന് രൂപം നൽകി. രൂപതയുടെ ഭൂരിഭാഗം വരുന്ന കുടിയേറ്റ ജനതയുടെ അജപാലന ശുശ്രൂഷയായിരുന്നു ഈ സമൂഹത്തിൻ്റെ പ്രത്യേകമായ പ്രവർത്തന രംഗം. കാലത്തിൻ്റെ മാറ്റങ്ങൾ വായിച്ചറിഞ്ഞ ക്രിസ്തുദാസി സമൂഹം ഇന്ന് തങ്ങളുടെ ശുശ്രൂഷകൾ വ്യത്യസ്തമായി വ്യാപിപ്പിച്ചെടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗം, ആതുര ശുശ്രൂഷ, കുടുംബ പ്രേക്ഷിതത്വം, സാമൂഹ്യ സേവനം, കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിശീലന പരിപാടി എന്നിവയിലേക്ക് ഞങ്ങളുടെ ഇന്നത്തെ സേവനങ്ങൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. വ്രതവാഗ്ദാനം ചെയ്ത 312 സഹോദരിമാരും വിവിധ പരിശീലന ഘട്ടങ്ങളിലായി 30 അർത്ഥിനികളും അടങ്ങുന്നതാണ് ഇന്ന് ക്രിസ്തുദാസി സമൂഹം. കോഴിക്കോട് നഗരപാർശ്വത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഹോം ഓഫ് ലവ് എന്ന കാരുണ്യഭവനത്തിൻ്റെ ചരിത്രവും അഭിവന്യ തൂങ്കുഴി പിതാവിൻ്റെ അഗതികളോടുള്ള തീക്ഷ്ണതയിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നത്. വഴിവക്കിലും ചേരി പ്രദേശങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റും പ്രായത്തിൻ്റെയും രോഗത്തിൻ്റെയും അവശതയിൽ വീണുകിടക്കുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന അനേകർക്ക് മികച്ച പരിചരണവും മാന്യമായ ജീവിത സാഹചര്യങ്ങളും ഉറപ്പുവരുത്തുകയായിരുന്നു ഈ ഭവനത്തിൻ്റെ ആരംഭ ലക്ഷ്യം. 10 വർഷം പിന്നിട്ട ഈ ഭവനം മരണാസന്നരായി ഇവിടെ എത്തിച്ചേർന്ന ഓരോ ആത്മാക്കൾക്കും തികഞ്ഞ പരിചരണവും സ്നേഹവും പകർന്നു നൽകുന്നതിൽ ഇന്നോളവും വീഴ്ച വരുത്തിയിട്ടില്ല. പരിചരിക്കുവാനോ സ്നേഹിക്കുവാനോ ആരുമില്ലാത്തവരെ ഈ ഹോം ഓഫ് ലവിൽ ഞങ്ങൾ സ്വീകരിക്കണമെന്നും അവരെ പരിചരിക്കണമെന്നും പിതാവിൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു. ആ ആഗ്രഹമനുസരിച്ച് ഇവിടെ വസിക്കുന്നവർക്ക് നല്ല സൗകര്യങ്ങളോടുകൂടിയ നല്ല എയർ പാസിംഗ് ഉള്ള ഒരു കെട്ടിടം ഉണ്ടാക്കുക എന്നത് പിതാവിൻ്റെ സ്വപ്നമാണ്. ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇന്ന് ഈ കാണുന്ന ഹോം ഓഫ് ലവ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇങ്ങനെ പാവങ്ങളുടെ അനുകമ്പയൊക്കെ ഉണ്ട്. പക്ഷേ ആ അനുകമ്പ പ്രവൃത്തി പഥത്തിലേക്ക് എത്തിക്കുന്നത് ക്രിസ്തുദാസി സമൂഹമാണ്. അവർ വളരെ സ്തുത്യർഹമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാൻ കഴിവില്ലാത്ത പാവങ്ങളെ കഴുകുകയും വെടിപ്പാക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ശുശ്രൂഷിക്കുകയും
അവസ്ഥയുള്ളവരുടെ കൂടെ ഇരിക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് സ്വന്തം സഹോദരിയെപ്പോലെയോ അമ്മയെപ്പോലെയോ മകളെപ്പോലെയോ ശുശ്രൂഷിക്കുന്ന നമ്മുടെ സിസ്റ്റേഴ്സിന് വാസ്തവത്തിൽ ആ ഭവനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആകർഷകതയും ശക്തിയും. അത് ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ്. ഓരോ മനുഷ്യമക്കൾക്കുള്ളിലും കുടികൊള്ളുന്ന ദൈവിക സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഏറ്റവും മികച്ച പരിചരണം ഉറപ്പുവരുത്തുക എന്നത് തന്നെയാണ് ഈ സ്നേഹഭവനത്തിൻ്റെ പ്രവർത്തന ശൈലി. ഇന്നോളം ഈ ഭവനത്തിൽ വന്നു ചേർന്നിട്ടുള്ളവരും നിത്യശാന്തിക്കായി വിളിക്കപ്പെട്ടവരുമായ നൂറുകണക്കിന് ആത്മാക്കളിൽ ആരും തന്നെ ഈ സന്യാസിനിമാരുടെയും സഹശുശ്രൂഷകരുടെയും സ്നേഹസാന്ത്വനത്തിൻ്റെ മാധുര്യം അനുഭവിക്കാതെ കടന്നുപോയിട്ടില്ല. ഇന്ന് ഇവിടെ 100-നടുത്ത് അംഗങ്ങളുണ്ട്. അവർ സ്വന്തം ഭവനം നഷ്ടപ്പെട്ടവരും തിരസ്കരിക്കപ്പെട്ടവരുമെങ്കിലും ഈ കുടുംബത്തിൽ ഉറ്റവരുടെയും ഉടയവരുടെയും സ്നേഹം ആവോളം അനുഭവിക്കുന്നു. നമ്മുടെ സമൂഹത്തിനേറ്റ ആഴമായ ഒരു മുറിവാണ് നമ്മളിന്ന് ജീവിക്കുന്ന ആധുനിക സമൂഹത്തിൽ അനേകരെ അനാഥരോ നിരാലംബരോ ആക്കി തീർക്കുന്നത്. അതിനാൽ തന്നെ ഇങ്ങനെയുള്ളവരെ നോക്കി സംരക്ഷിക്കുക നമ്മുടെ തന്നെ കടമയാണ്. മരിച്ചു പോകുന്നതല്ല, ആരാലും ഓർക്കപ്പെടാതെ ജീവിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം. അങ്ങനെ ദുരന്തം അനുഭവിക്കുന്നവർ, നിസ്സഹായരായവർ ഈ ഭവനത്തിൽ ഒത്തിരിയേറെ മക്കളുണ്ട്. ഏകദേശം ഈ 11 വർഷം കൊണ്ട് 540ഓളം പേരെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ അമ്മയുടെ, സഹോദരിയുടെ, പെങ്ങളുടെയൊക്കെ സ്നേഹം നൽകാൻ ഞങ്ങൾ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ നിരാലംബരും നിരാശ്രയരുമായ 95 സഹോദരങ്ങളാണുള്ളത്. ഇവരെ വഴിയോരത്തു നിന്നും, തെരുവോരങ്ങളിൽ നിന്നും, റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും, ബസ് സ്റ്റാൻഡുകളിൽ നിന്നും, ആശുപത്രികളിൽ നിന്നും സാമൂഹ്യ പ്രവർത്തകരും മറ്റ് സന്നദ്ധ പ്രവർത്തകരും പോലീസുകാരുമൊക്കെ ചേർന്ന് ഈ ഭവനത്തിലെത്തിക്കുന്നു. ഏറ്റവും മഹനീയമായ വിധത്തിൽ ഇവിടെ വന്ന് അഭയം പ്രാപിക്കുന്നവർക്ക് ഏറ്റവും നിലവാരമുള്ള സേവനം, മെഡിക്കലായിട്ടും അവരുടെ ഭക്ഷണ ആവശ്യങ്ങളിലും അതുപോലെ തന്നെ ഏറ്റവും സ്നേഹത്തോടും കാരുണ്യത്തോടുള്ള സേവനം പകർന്നു കൊടുക്കുന്നതിലും മുൻപിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ ഹോം ഓഫ് ലവ് എന്ന് പറയുവാൻ എനിക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ട്. തങ്ങളുടെ ആയുസ്സും ആരോഗ്യവും സ്വന്തം മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും മക്കൾക്കുമായി ഹോമിച്ച് ഇവിടെ എത്തുന്നവർ ഞങ്ങളുടെ പ്രത്യേകമായ സാന്നിധ്യത്തിലും ശുശ്രൂഷയിലും സന്തോഷവും ആനന്ദവും ബലവും കണ്ടെത്തുന്നു. ഈ സമൂഹത്തിൽ ആരും നോക്കാനില്ല, തങ്ങൾക്കാരുമില്ല എന്ന നൊമ്പരത്തോടെ കണ്ണീരൊഴുക്കി ജീവിക്കരുത് എന്ന് തൂങ്കുഴി പിതാവ് ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്തു. അതിൻ്റെ ഫലമാണ് ഹോം ഓഫ് ലവ് എന്ന ഭവനം. അഭ്യുന്ന തൂങ്കുഴി പിതാവിൻ്റെ ആഴമായ ആത്മീയ നേതൃത്വത്തിലും ആതുര ശുശ്രൂഷ വരമായി കിട്ടിയ ക്രിസ്താസി സഹോദരിമാരുടെ അകമഴിഞ്ഞ സേവനത്തിലും ഈ സമൂഹം വളരെ നന്നായി മുന്നോട്ട് പോകുന്നു. അഭിവന്യ തൂങ്കുഴി പിതാവിൻ്റെ പ്രവർത്തന തീഷ്ണതയോട് ചേർന്നു നിന്ന് ദൈവരാജ്യത്തിനു വേണ്ടി അധ്വാനിക്കുന്ന അനേക സന്യാസിനിമാരാണ് ക്രിസ്തുദാസി സമൂഹത്തിൻ്റെ ആത്മീയ ശക്തി. അവരിൽ 14 പേരടങ്ങുന്ന ഒരു മികച്ച സമൂഹമാണ് സ്നേഹഭവനത്തിൻ്റെ പ്രവർത്തന വിജയത്തിനു പിന്നിൽ. തങ്ങൾക്ക് മുന്നിലെത്തുന്നവർ അവർ ഏതവസ്ഥയിലായിരുന്നാലും മടുപ്പ് കൂടാതെ ശുശ്രൂഷിക്കുവാനും തികഞ്ഞ മനുഷ്യരൂപത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനും ഇവർ കാണിക്കുന്ന തീഷ്ണത ആ ഹൃദയങ്ങളിൽ കുടികൊള്ളുന്ന ദൈവിക സാന്നിധ്യത്തിന് തെളിവാണ്. ഇവരുടെ നിസ്വാർത്ഥമായ പ്രവർത്തന ശൈലി നമുക്കിടയിലുള്ള അനേകം കാരുണ്യഭവനങ്ങൾക്ക് ഒരു മികച്ച മാതൃകയാണ്. സമൂഹത്തിൽ ഉപേക്ഷിക്കപ്പെട്ടവരും സ്വന്തമായി ആരുമില്ല എന്ന് കരുതുന്നവരും ജാതി, മത, ലിംഗ, പ്രായഭേദമന്യേ ഇവിടെ അംഗങ്ങളായി വരുന്നു. ഫ്ലാറ്റുകളിലും തെരുവോരങ്ങളിലും മെഡിക്കൽ കോളേജിലും ഉപേക്ഷിക്കപ്പെട്ടവർ ഇവിടെ എത്തുന്നുണ്ട്. സേവന സന്നദ്ധരായ ക്രിസ്താസി സഹോദരിമാർ ഈ ഭവനത്തിൽ വന്നെത്തുന്നവരുടെ ശുശ്രൂഷയ്ക്കായി എത്തുന്നു. 14 സഹോദരിമാർ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ മനോഭാവത്തോടെ തിടുക്കത്തിൽ ഏലിസ്വാമിയെ ശുശ്രൂഷിക്കാൻ പോയ അതേ തീഷ്ണതയോടുകൂടി ഈ ഹോം ഓഫ് ലവിൽ സേവനം ചെയ്യുന്നു. ഏറ്റവും എളിയ സേവനങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് ദാസിയായി മാറുക എന്നതാണ് പിതാവിൻ്റെ ഇഷ്ടം.
അതിനു വേണ്ടിയിട്ടാണ് പിതാവ് ഞങ്ങളുടെ ഈ സഭ സ്ഥാപിച്ചത്. ഈ എളിയവരുടെ കൂടെ എളിയ സേവനങ്ങൾ ചെയ്ത് വിശുദ്ധിയിലേക്ക് നടന്നു നീങ്ങുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രകാശനമാണ് ആരുമില്ലാത്ത ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യരെ ജാതിമത വ്യത്യാസങ്ങൾക്കുപരിയായിട്ട് ഇതുപോലെ സ്നേഹം കൊടുത്ത് സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങളും ജീവിതം മുഴുവനും അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സമർപ്പിതരായിട്ടുള്ള വ്യക്തികളും. ഈ അവസരത്തിൽ ഈ സ്ഥാപനത്തെപ്പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രശംസനീയമായ വിധത്തിൽ നല്ല നിലവാരത്തിൽ രോഗികൾക്ക് എല്ലാവിധ ശ്രദ്ധയും പരിചരണവും കൊടുത്തുകൊണ്ട് സ്വന്തം സഹോദരി സഹോദരങ്ങളെപ്പോലെ ഇവിടെ വരുന്ന എല്ലാവരെയും ശുശ്രൂഷിക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഈ സ്ഥാപനത്തിലെ പ്രവർത്തകരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഇവിടെ വരുന്ന പല രോഗികളും കുടുംബമോ ബന്ധുക്കളോ ഒന്നുമില്ലാതെ നിരാലംബരായിട്ട് കഴിയുന്ന രോഗികളാണ് ഇവിടെ ഈ ഹോം ഓഫ് ലവിൽ എത്തിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ ഇവിടെ കൊണ്ടുവന്ന് അവരെ പരിചരിക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇവരെ നമുക്ക് കയ്യിൽ കിട്ടുന്ന സമയത്ത് മുടിയും താടിയെല്ലാം നീട്ടി വളർത്തി ശരീരത്തിലെല്ലാം മുറിവും വ്രണങ്ങളും ഒക്കെയായിട്ട് രക്തമില്ലാത്തതും TB മറ്റ് വിധത്തിലെ പലവിധ ശാരീരിക അസുഖങ്ങളെല്ലാം ബാധിച്ചിട്ടുള്ള വളരെ അവശതയേറിയിട്ടുള്ള അവസ്ഥയിലാണ് ഇവരെ കൊണ്ടുവരുന്നത്. അപ്പം രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് സ്നേഹത്തോടു കൂടിയിട്ട് ഇവരെ കുളിച്ച് വൃത്തിയാക്കി മുടിയെല്ലാം വെട്ടി ഇവരുടെ ശാരീരിക അവസ്ഥകളെല്ലാം മാറ്റിയെടുക്കാൻ അതിന് വേണ്ട വിധത്തിലുള്ള ഭക്ഷണവും വസ്ത്രവും എല്ലാം കൊടുത്ത് മാനസികമായിട്ടുള്ള പിന്തുണയും സന്തോഷമൊക്കെ ഇവർക്ക് നൽകി ഇവരെ പരിചരിക്കുന്ന നമ്മുടെ സിസ്റ്റേഴ്സിനെ നമുക്ക് എത്ര കണ്ട് നമുക്ക് അവരോട് നന്ദി പറഞ്ഞാലും അത് തീരെ പോരായ വരും എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ തങ്ങളുടെ മികച്ച സേവന മാതൃകകൾ കൊണ്ട് കോഴിക്കോട് നഗരത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഈ സ്നേഹഭവനത്തിന് സഹായകമാകുവാൻ സന്നദ്ധരാകുന്ന അനേകരുണ്ട്. ഏറെ ഡോക്ടർമാരും മറ്റു ശുശ്രൂഷകരും ഈ കുടുംബത്തിലെ അംഗങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഓടിയെത്തുന്നു. നിസ്വാർത്ഥവും ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതവും മാതൃകാപരവുമായ ഈ ഭവനത്തിൻ്റെ പ്രവർത്തന രീതികളിൽ ആകൃഷ്ടരായ ഇവരിൽ പലരുടെയും സാന്നിധ്യം ഈ സന്യാസിനിമാരുടെ കരങ്ങൾക്ക് ബലം പകരുന്നു. തികച്ചും ദൈവനിശ്ചിതവും ഒരു വലിയ ദൈവിക പദ്ധതിയുടെ ഭാഗവുമായ ഈ സ്നേഹഭവനത്തിൻ്റെ പിന്നിലുള്ള അവിടുത്തെ കരുതൽ വിസ്മയനീയമാണ്. ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ ഒത്തിരിയേറെ സ്നേഹവും പ്രോത്സാഹനവും അവരുടെ സഹായ സഹകരണങ്ങളുമാണ് ഈ ഭവനത്തെ ഈ ഭവനമാക്കി തീർക്കുന്നത്. രാവിലെ ഈ ഭവനത്തിലേക്ക് ഞങ്ങളെ സഹായിക്കാനായി കടന്നു വരുന്നവർ, ഒരു നേരത്തെ ആഹാരം നൽകി ഈ മക്കളെ സന്തോഷിപ്പിക്കുന്നവർ, വിവിധ കലാപരിപാടികൾ നടത്തി ഇവരെ സന്തോഷിപ്പിക്കുന്നവർ, വിവിധ സ്കൂളുകളിൽ നിന്നായി ഇവിടെ കടന്നു വരുന്ന മറ്റ് അനേകം കുട്ടികൾ, ഇവരൊക്കെ ഈ സ്നേഹഭവനത്തിലെ അംഗങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. സമൂഹത്തിൽ വേദന അനുഭവിക്കുന്നവരുള്ള സമൂഹത്തിൻ്റെ പങ്ക് എന്ന പോലെ സഹൃദരായ അനേകരുടെ കരബലം ഞങ്ങൾക്ക് കൂട്ടായുണ്ട്. ഏവരെയും ഹൃദയപൂർവ്വം നന്ദിയോടെ ഓർക്കുന്നു. ഇവരെ പരിശോധിക്കാനായി കടന്നു വരുന്ന നിരവധി ഡോക്ടേഴ്സ് ഉണ്ട്. ഇവിടെ ചുറ്റുവട്ടത്തും താമസിക്കുന്ന ഒത്തിരി ഡോക്ടേഴ്സ് ഞങ്ങൾ എന്ത് ചോദിച്ചാലും ഞങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇവിടെ ഓടിയെത്തുന്നവരാണ്. അതുപോലെ തന്നെ ഇവരെ വെടിപ്പാക്കാനും വൃത്തിയാക്കുവാനും ഇവരെ കുളിപ്പിക്കുവാനും ഒക്കെയായിട്ട് കടന്നു വരുന്നവർ ഈ ഭവനത്തിൻ്റെ റാഫേൽ മാലാഖമാരാണ്. വീടുകളിൽ ആഘോഷിക്കപ്പെടേണ്ട ജന്മദിനവും ശ്രാദ്ധവുമൊക്കെ ഞങ്ങളുടെ ഈ ഭവനത്തിൽ വന്ന് ഈ മക്കളോടൊപ്പം ചിലവഴിക്കുന്ന നിരവധി പേരുണ്ട്. ഇവരുടെ ഒക്കെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഇന്ന് ഹോം ഓഫ് ലവ് എന്ന ഈ സ്നേഹ വീട് മുന്നോട്ട് പോകുന്നത്. പതിവായുള്ള ദിവ്യബലിയും
ദിവ്യകാരുണ്യ ആരാധനയിലുള്ള തികഞ്ഞ പങ്കാളിത്തവുമാണ് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാമുള്ള ശക്തി തങ്ങൾക്ക് നൽകുന്നതെന്ന് ഈ സന്യാസിനിമാർ സാക്ഷ്യപ്പെടുത്തുന്നു. സന്യാസിനിമാർക്കൊപ്പം അന്തേവാസികളുടെയും പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ അവിടെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു എന്നതും അനേകരുടെ അനുഭവങ്ങളാണ്. ഇത്തരത്തിൽ ഈ വലിയ സമൂഹത്തിൻ്റെ തികഞ്ഞ വിശ്വാസ മാതൃകകളും അതിലൂന്നിയ ജീവിത സന്ദേശങ്ങളും അനേകായിരങ്ങൾക്ക് മുന്നിൽ ദൈവിക കരുണയുടെ സാക്ഷ്യങ്ങളായി മാറുന്നു. രാവിലെ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലികളിൽ ജാതിമത ഭേദമന്യേ ഓരോരുത്തരും വന്ന് പങ്കെടുക്കുന്നുണ്ട്. വിശുദ്ധ ബലിക്കായി വൈദികർ അനുദിനം ഈ ഭവനത്തിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷം നൽകുന്നതോടൊപ്പം ഞങ്ങൾ അതിന് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രാർത്ഥനകൾ അതോടൊപ്പം ഈ ഭവനത്തിൽ രാവിലെയും ഉച്ച കഴിഞ്ഞും ഇവിടുത്തെ സഹോദരങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥനകളുമൊക്കെ മറ്റുള്ളവരെ കൂടി ദൈവാശ്രയ ബോധത്തിലേക്ക് ദൈവത്തെക്കുറിച്ച് അറിവുള്ളവരാക്കുവാൻ സഹായിക്കുന്നവയാണ്. ഈ ഭവനത്തിൽ വന്നിട്ട് ഒരു മനുഷ്യർ പോലും ഞങ്ങളുടെ ആരുടെയും സഹായമില്ലാതെ ആരും അടുത്തില്ലാതെ ഈ ലോകത്തിൽ നിന്ന് ഇല്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഇന്നും അഭിമാനത്തോടെ പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും ദൈവം എല്ലാ മനുഷ്യരിലുമുണ്ട്. ദൈവം ഇന്നും ജീവിക്കുന്നവനാണ് എന്ന് ഞങ്ങൾക്ക് ഓരോ ദിവസവും പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. ദിവ്യകാരുണ്യ ആരാധനയിൽ നിന്നും സ്വീകരിക്കുന്ന ശക്തിയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഉത്തേജനം നൽകുന്നത്. രാവിലെ വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ തുടർന്നുള്ള ദിവ്യകാരുണ്യ ആരാധന അത് വൈകുന്നേരം വരെ 1 മണിക്കൂർ നേരം മാറി മാറിയിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിൽ നിന്ന് ശക്തി സ്വീകരിച്ച് ഈ എളിയവരിൽ ഒരുവനെ ശുശ്രൂഷിക്കുവാനായി ഞങ്ങൾ തയ്യാറാകുന്നു. ലോകമെങ്ങും നിറയുന്ന ദൈവിക കരുണയുടെ ഒരു തികഞ്ഞ സാക്ഷ്യം കൂടിയാണ് ഈ ഭവനം. ദുർബലമായ ചില കരങ്ങളിലൂടെ ദൈവസ്നേഹം ഈ ലോകത്തിലേക്ക് കവിഞ്ഞൊഴുകുകയും അനേകായിരം ആത്മാക്കൾക്ക് വിമോചനത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും സദ്വാർത്തയായി അത് മാറുകയും ചെയ്യുന്നു. പലപ്പോഴും വിമർശിക്കപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും മാത്രം ചെയ്യുന്ന തിരുസഭയുടെ ബലിവേദിയിൽ ഈ കാരുണ്യപ്രവൃത്തികൾ യാഗങ്ങളായി മാറുമ്പോൾ അവിടെ എരിയുന്ന ജീവിതങ്ങൾ ഈ ലോകത്തിൻ്റെ പാപപരിഹാരത്തിനായി ക്രിസ്തുവിനൊപ്പം കാൽവരിയിൽ ഉയർത്തപ്പെടുന്നു. സുവിശേഷത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് മനുഷ്യ സ്നേഹമാണ്. അതും നമ്മുടെ സ്നേഹവും കരുണയും ഏറ്റവും ആവശ്യമുള്ളവരോട് നമ്മൾ കാണിക്കുന്ന യേശുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ അതേ ചൈതന്യത്തിലുള്ള സമീപനം. നല്ല സമറായൻ്റെ ഉപമയിലൂടെ യേശു ക്രിസ്തു തന്നെ ജനങ്ങളെ ഓർമ്മപ്പെടുത്തിയത് സുവിശേഷത്തിൻ്റെ അരൂപി മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ജീവിത സമർപ്പണത്തിൻ്റെ ആ ചൈതന്യമാണ് എന്നാണ്. ആ ചൈതന്യമാണ് ഈ ഭവനത്തിലും ഇതുപോലെയുള്ള 100 കണക്കിന് ഭവനങ്ങളിലും മനുഷ്യ സ്നേഹമുള്ള സുവിശേഷത്തിൻ്റെ അരൂപിയും ചൈതന്യമുള്ളവർ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ജാതിമത ഭേദമന്യേ ഈ ഭവനത്തിൽ വസിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാണ് ഈ ഹോം ഓഫ് ലവിൻ്റെ ജീവൻ. ഇവരുടെ പ്രാർത്ഥനയും പുഞ്ചിരിയും സ്നേഹവും ഇവരുടെ നെടുവീർപ്പും ഈ ഭവനത്തിൻ്റെ അന്തരീക്ഷങ്ങളിൽ ലയിച്ചിരിപ്പുണ്ട്. ഇവിടെ ആയിരിക്കുന്നവരും ഇവിടെ നിന്ന് മൺമറിഞ്ഞു പോയവരുമൊക്കെ ഈ ഭവനത്തിൽ ഇന്നും ജീവനുള്ളതായി തന്നെ നിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഈ മക്കളെ ശുശ്രൂഷിക്കുവാൻ ദൈവം ഞങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്തതിന് ഞങ്ങളുടെ പ്രിയപ്പെട്ട അഫിൻ്റെ തുങ്കുഴി പിതാവിലൂടെ ഈ സ്ഥാപനത്തിന് ജന്മം നൽകിയതിന് ഞങ്ങൾ പ്രത്യേകം ദൈവത്തിന് നന്ദിയുള്ളവരാണ്. ഒരിക്കലും അവസാനിക്കാത്ത ദൈവസ്നേഹത്തിൻ്റെ ഊഷ്മളമായൊരു സ്പർശം ലോകത്തിന് സമ്മാനിക്കുന്ന മഹത്തായ ഒരു സ്ഥാപനം. സ്നേഹവും കരുണയും അന്യമാകുന്ന ഈ സമൂഹത്തിൽ അനേക ഹൃദയങ്ങളിൽ നിസ്വാർത്ഥ സ്നേഹം നിറയ്ക്കുവാനും അനേകായിരങ്ങൾക്ക് പ്രചോദനം പകരുവാനും ഇനിയുമേറെ പേർ സഹജീവികളോടുള്ള കാരുണ്യത്താൽ ജ്വലിക്കുവാനും ഈ കാരുണ്യപ്രവർത്തികൾ കാരണമായി ഭവിക്കട്ടെ. പ്രാർത്ഥന കൊണ്ടും സഹകരണങ്ങൾ കൊണ്ടും
ഈ കരങ്ങൾക്ക് ശക്തി പകരുവാൻ നമുക്കും പരിശ്രമിക്കാം.